എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്ക്. അപ്പോൾ സാധാരണയായി നമ്മുടെ SSLC പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതായത് ഒരു 5 മാർക്കിന്റെ ചോദ്യം ചോദിക്കും, ഒരു 2 മാർക്കിന്റെ ചോദ്യം ചോദിക്കും. അപ്പോൾ നോക്കിയാൽ നമുക്ക് കൂട്ടാനും അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗുണിക്കുക, അതുപോലെ തന്നെ ഹരിക്കുക, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഈ 7 മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ 8ലും 9ാം ക്ലാസ്സിലൊക്കെ അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു നാട്ടിലെ ഒരു ഭാഗത്ത് താമസിക്കുന്ന കുറച്ച് വീട്ടുകാർ, ഇപ്പോൾ ഒരു 10 വീട്ടുകാർ, ആ വീട്ടുകാരുടെ മാസത്തിലെ വരുമാനമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. മൊത്തത്തിലെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധാരണ കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യും? ഇതിന്റെ ഒരു ആവറേജ് എടുക്കും അല്ലേ? അപ്പൊ ഇതിന്റെ ആവറേജ് എങ്ങനെ എടുക്കുക നമുക്കറിയാം. ഇപ്പൊ എക്സാമിന് ഇപ്പൊ നമുക്കൊരു 10 വിഷയങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ 10 വിഷയങ്ങൾക്കും കൂടി കിട്ടിയ മാർക്ക് നമ്മൾ ആഡ് ചെയ്യും അല്ലേ? എന്നിട്ട് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? എത്ര വിഷയങ്ങളുണ്ടോ? 10 വിഷയമാണെങ്കിൽ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ഒരു ആവറേജ് മാർക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആ കുട്ടിയെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും അല്ലേ? ഇപ്പം നമുക്ക് ഓരോ വിഷയത്തിനും ഇത്ര കിട്ടി എന്ന് പറയുന്നതിന് പകരം നമുക്കിപ്പോൾ ഒരു ആവറേജ് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അല്ലേ നല്ല ബ്രൈറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ആവറേജ് ആണോ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ആ ആവറേജ് മാർക്കിൽ നിന്ന് തന്നെ അറിയാൻ കഴിയും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഇത്രയും ഫാമിലികളുടെ ഈ സാമ്പത്തികം അല്ലേ, അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ മാസ വരുമാനം, അതിൻ്റെ ഒരു ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവയുടെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെ, അതിനെക്കുറിച്ച് ആ വീട്ടുകാരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്കൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടി വരും? എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അല്ലെ, അതായത് സമ്മ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാം? എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ? അതായത് അതായത് സമ്മ് മൊത്തം തുക, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? എത്ര എണ്ണം ഉണ്ടോ അല്ലെ, അതായത് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ നമുക്കൊരു ആവറേജ് വാല്യൂ കിട്ടും അല്ലേ? അതിന് നാം ഒരു പേര് പറയും. അതിനെയാണ് നാം മീൻ എന്ന് പറയുക. മീൻ, മനസ്സിലായല്ലോ? അപ്പൊ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ അല്ലെ എല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഒരു മീൻ നമുക്ക് കിട്ടും. മലയാളത്തിൽ മാധ്യം എന്ന് പറയും, മാധ്യം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ മാധ്യം കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതിനെ ഇവിടെ 10 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,92,850 കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര കിട്ടി? 19,255 എന്ന് കിട്ടി അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് അല്ലേ, ഈ നമ്മൾ മീൻ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഈ കുടുംബങ്ങളുടെ, ഈ വീടുകളുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമുക്ക് മനസ്സിലായി അല്ലേ? അതായത് ഇവരുടെ മാസ വരുമാനം ഏറെക്കുറെ എത്ര രൂപയാണ്? 19,285 രൂപയാണ്. അപ്പൊ നമുക്കറിയാം ഇതിനേക്കാൾ കൂടുതൽ അല്ലെ, കൂടുതൽ വരുമാനമുള്ളവരുമുണ്ട്, കുറവ് വരുമാനമുള്ളവരുമുണ്ട് അല്ലെ? ഈ എല്ലാവരുടെയും വരുമാനം നോക്കിയാൽ ഈ സംഖ്യയോട് ഏറെക്കുറെ അടുത്ത് കിടക്കുന്നതാണ് അല്ലെ? ഈ സംഖ്യയോട് ഏറെക്കുറെ അടുത്ത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരുടെയും വരുമാനം. ഇനി ഇതിനേക്കാൾ കുറവ് വരുമാനമുള്ളവർ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. 1, 2 അല്ലെ, 2, 3, 4, 5 പേര് അല്ലെ? അപ്പൊ ഇതിനേക്കാൾ കുറവ് വരുമാനമുള്ളവർ 5 പേരുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ളവരും 5 പേരുണ്ട് അല്ലെ? എങ്കിലും അവരുടെ വരുമാനം ഒന്നും ഇതിനേക്കാൾ വളരെ കൂടുതലും അല്ല, വളരെ കുറവല്ല അല്ലെ? അപ്പൊ അതായത് ചുരുക്കത്തിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇവരുടെ അല്ലെ ഈ 10 വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്കൊരു ധാരണ നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മളിവിടെ 10 കുടുംബങ്ങളുടെ കാര്യമാണ് പറഞ്ഞല്ലേ. ഇനി അവരുടെ ആ ഭാഗത്തേക്ക് ഒരു കുടുംബം കൂടി വന്നു എന്ന് വിചാരിക്കാം. ഒരു പുതിയ വീട് കൂടി വന്നു. ഇനി അവരുടെ സാലറി ഒരു 1,75,000 രൂപയാണെന്ന് വിചാരിക്കാം. അവരുടെ ഒരു മാസത്തെ വരുമാനം 1,75,000 രൂപയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 11 വീട്ടുകാരുടെ ഈ മീൻ അല്ലെങ്കിൽ മാധ്യം എത്രയായിരിക്കും? നമുക്കറിയാം എല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ? എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്പർ കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമ്മളിവിടെ ഓൾറെഡി 1,92,850 അല്ലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 10 വീട്ടുകാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതിന്റെ കൂടെ ഏത് ആഡ് ചെയ്താൽ മതി? 1,75,000 കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ? ഇനി ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? ഇവിടെ 10 ആണ്, ഇപ്പൊ നമുക്ക് 11 വീടുകളായില്ലേ? അപ്പൊ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അവസാനം 850 ഉണ്ട് അല്ലെ? 850 കിട്ടി. ബാക്കി നോക്കിയാൽ 5ഉം 2ഉം 7,
7ഉം 9ഉം 16 അല്ലേ, ബാക്കി 1 1 2 1 3 ബൈ 11 നമുക്ക് കിട്ടി. ഇനി നമുക്ക് 11 കൊണ്ട് ഇതിനെ ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 33,440.9 എന്ന് കിട്ടും. അതായത് ഏറെക്കുറെ നമുക്ക് പറയാം 33,441 രൂപ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഈ വീട്ടുകാർ കൂടി വന്നപ്പോൾ നമ്മളെ മീൻ എത്രയായി മാറി? 33,441 രൂപയെന്ന് ആയി. അതായത് ഈ 11 കുടുംബങ്ങളുടെ മാസ വരുമാനം 33,441 രൂപയുടെ അടുത്താണ് അല്ലെ എന്നായി മാറി. നേരത്തെ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 19,285 അല്ലേ? അപ്പൊ ഇതിന്റെ ഏറെക്കുറെ ഉള്ളിലുള്ള ഒരു സംഖ്യ തന്നെ ആയിരുന്നു. പക്ഷെ ഇതെന്തായി മാറി? ഇവിടെ എല്ലാവരുടെയും മാസ വരുമാനം 33,441 രൂപയുടെ അടുത്താണ് അല്ലെ എന്നായി ഇത് മാറി. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ മാസ വരുമാനം ഇതിന്റെ അടുത്തുണ്ടോ? ഇല്ല അല്ലെ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അടുത്ത് ഇവരെ മാസ വരുമാനമുള്ളൂ. പക്ഷേ ഈ ഒരു കുടുംബം അല്ലെ, വളരെ വലിയ ഒരു മാസ വരുമാനമുള്ള ഒരു കുടുംബം കൂടി ഇതിൽ വന്നപ്പോൾ ഇവരുടെ മീൻ എത്രയായി മാറി? ഇവരുടെ സംഖ്യ 33,441 മാറി. അപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ തികച്ചും തെറ്റായ ഒരു ധാരണ അല്ലെ, തെറ്റായ ഒരു വിവരമാണ് നൽകുന്നത് അല്ലെ. ഒരിക്കലും നമുക്കറിയാം ഇത്രയില്ല, ഈ കുടുംബങ്ങളുടെ സാലറി ഇത്രയില്ല എന്നറിയാം. പക്ഷേ ഒരു വീട്ടുകാർ വന്നപ്പോൾ അല്ലെ, വളരെ വലിയ സാലറി ഉള്ള ഒരു വീട്ടുകാർ വന്നപ്പോൾ ഇതാകെ തകിടം മറിഞ്ഞു. അപ്പോൾ ഈ 10 വീട്ടുകാർക്കും ഇതിനേക്കാൾ വളരെ കുറവ് സാലറിയേ ഉള്ളൂ അല്ലെ. നോക്കിയേ, ഈ 10 വീട്ടുകാരുടെയും ശമ്പളം അല്ലെങ്കിൽ അവരുടെ വരുമാനം നോക്കിയേ എത്രയുള്ളൂ? 33,441 രൂപയുടേക്കാൾ കുറവുള്ളൂ. ആകെ ഒരാൾക്ക് മാത്രമാണ് ഇതിനേക്കാൾ കൂടുതലുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ മീൻ മാറി മറിഞ്ഞല്ലേ, അതിനെന്താണ് കാരണം വന്നത്? ഇതിനേക്കാൾ നോക്കിയാൽ ഈ സംഖ്യകൾക്കാൾ വളരെ വലിയ വേറൊരു സംഖ്യ വന്നു അല്ലേ. അങ്ങനെ വന്നപ്പോൾ എന്തായി? മീൻ ആകെ മാറി മറിഞ്ഞു. അതായത് നമുക്ക് ശരിക്കും തെറ്റായ ഒരു ധാരണയാണ് ഇത് നമുക്ക് നൽകുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും? ഇതിന് പകരം നമ്മൾ വേറൊരു സംഖ്യ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നിട്ടുള്ള സംഖ്യകൾ അല്ലേ, ഇതിന് നമ്മൾ ഒരു ഓർഡറിൽ എഴുതാം. ഓർഡറിൽ എഴുതാന്ന് പറഞ്ഞാൽ ചെറുത് എഴുതാദ്യം, പിന്നെ വലുത് 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 അല്ലേ, അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതാം. അത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒന്നുകിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. അപ്പോൾ എപ്പോഴും നമുക്ക് എളുപ്പം എന്താണ്? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 10 അല്ലേ, 10ഉം 1ഉം 11 ഉണ്ട് അല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഓർഡറിൽ അങ്ങോട്ട് എഴുതാം ആദ്യം. അപ്പോൾ നമുക്ക് നോക്കി ഇതിന് ഓർഡറിൽ എഴുതാം അല്ലേ. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് 16 തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ, 16,000 തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം 16,500 എഴുതി. അപ്പോൾ 16,500 നമ്മൾ ആദ്യം എഴുതി. ഇനി 16 തൊട്ട് വേറെ ഇല്ല അല്ലേ. ഇനി നമുക്ക് 17 നോക്കിയാൽ ഇതൊരു 17 ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് ഒരു 17 അല്ലേ. ഇത് 17,000, 17,000, ഇത് 17,500 അപ്പോൾ ഇത് ആദ്യം നമുക്ക് എഴുതാം. 17,000 എഴുതി. അപ്പോൾ ഇതെഴുതി, നമ്മൾ ആദ്യം ഇതെഴുതി, ഇനി ഇതെഴുതാം അല്ലേ. അപ്പോൾ 17,500 അതും എഴുതി. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി നോക്കിയാൽ ഇനി 17 വെച്ച് തുടങ്ങുന്നില്ല, ഇന്നൊക്കെ 18. 18 ഇതുണ്ട് അല്ലേ. ഇതിൽ ചെറുതേതാ? 18,000 അല്ലേ. അപ്പോൾ 18,000, പിന്നെ 18,600. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി 19 ഉണ്ടോ നോക്കിയാൽ, 19 ഇവിടെ ഉണ്ട് ഒരു 19 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അടുത്ത 19 എഴുതാം. 19,500. ഇനി 19 വേറെ ഒന്നുമില്ല. ഇനി 20 ഉണ്ടോ നോക്കിയാൽ, 20 തുടങ്ങുന്നു അല്ലേ, ഒന്നുമില്ല. ഇനി 21 ഉണ്ടോ നോക്കിയാൽ, 21 ഉണ്ട് അല്ലേ. 21,000. അപ്പോൾ ആദ്യം നമുക്ക് അത് എഴുതാം. അപ്പോൾ 21,000. ഇനി നോക്കിയാൽ 21,700, 21,050 അല്ലേ. അടുത്ത ഇത് എഴുതാം. 21,050. അടുത്തത് 21,700. 21,700. ഇനി ഏതാ ഉള്ളത്? 22 അല്ലേ. 19,500 നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. 19,500 നമ്മൾ എഴുതിയതാണ്. ഇനി 22. ഇനി നമ്മുടെ അവസാനം വന്ന ആളല്ലേ, 1,70,75,000. അതും എഴുതാം. 1,70,75,000. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ മിഡിൽ വരുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 11 ഉണ്ട് അല്ലേ. 11 ഉണ്ട്. അപ്പോൾ മിഡിൽ ഏതായിരിക്കും വരാം? നമുക്കറിയാം 6ാമത്തേതായിരിക്കും മിഡിൽ വരാം. 1 2 3 4 5 അല്ലേ. 6ാമത്തെ ഇത് അല്ല, ഇതല്ലേ മിഡിൽ വരാം. 1 2 3 4 5 അല്ലേ. അടിയിലും 5 മുകളിലും 5 ഉണ്ട്. അപ്പോൾ ഇതാണ് മിഡിൽ. അപ്പോൾ ഇതിന് നമ്മളൊരു പേര് പറയും, മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമം. മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്യാം? ഒരു ഓർഡറിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. എന്നിട്ട് അതിന്റെ നടുവിൽ ഏതാണോ വരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയാൽ 11 എണ്ണമായിരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് നടുവിൽ ഒരെണ്ണം വരുന്നുള്ളൂ. ഇനി ഇത് 12 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കിത് 12 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നടുവിൽ എത്ര എണ്ണം വരും? നടുവിൽ 2 എണ്ണം വരും അല്ലേ. നടുവിൽ നമുക്ക് 2 എണ്ണം കിട്ടും
അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി, അതിന്റെ ആവറേജ് നമ്മൾ എടുക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിയേ, നമുക്ക് മീഡിയൻ അല്ലെ, മീഡിയൻ എത്ര കിട്ടിയത്? 19,500 അല്ലേ? അപ്പൊ നേരത്തെ നോക്കിയാൽ നമുക്ക് മീൻ എത്ര കിട്ടിയത്? 19,285 അല്ലേ? അപ്പൊ ഇവ രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവരുടെ ശമ്പളം അല്ലെങ്കിൽ ഇവരുടെ മാസ വരുമാനം, ഇതിന്റെ മീഡിയൻ നമുക്ക് 19,500 കിട്ടിയത് അല്ലേ? മീനാണെങ്കിലോ 19,285 അല്ലേ? അപ്പൊ നോക്കിയാൽ ഇവ തമ്മിൽ അടുത്ത സംഖ്യ തന്നെയാണ് അല്ലേ? അതായത് ഇവിടെ മീനും മീഡിയയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അതേസമയം നോക്കിയാൽ നമ്മൾ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മീൻ കണ്ടു അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? അപ്പൊ നമുക്ക് കിട്ടിയത് 33,444 കിട്ടി അല്ലേ? അല്ലേ? വളരെ വലിയ, ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ മീനും മീഡിയയും തമ്മിൽ വളരെ വലിയ വ്യത്യാസം വന്നു. അതിനെന്താണ് അപ്പൊ കാരണം? നമുക്ക് തന്നിട്ടുള്ള, അതായത് ഈ കൂട്ടത്തിലുള്ള സംഖ്യകളെക്കാൾ വളരെ വലിയൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ അല്ലെ, വളരെ വലിയൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ മീനും മീഡിയയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായല്ലോ? അല്ലാതെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഏറെക്കുറെ ഒരേ രൂപത്തിലുള്ള സംഖ്യകളാണ് അല്ലെ? അങ്ങനെ വന്നപ്പോൾ നോക്കിയാൽ മീനും മീഡിയയും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ? വ്യത്യാസമില്ല. അപ്പൊ ഒരു കാര്യം ആലോചിക്കാം, അതായത് ഇതിനേക്കാൾ വളരെ വലുത് വന്നു അല്ലെങ്കിൽ വളരെ ചെറുത് വന്നു. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? മീഡിയനും അതുപോലെ തന്നെ മീനും തമ്മിൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിലോ ചെറിയ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മളിതിലും പ്രധാനപ്പെട്ട 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സമ്മ് അല്ലെ, നമുക്കറിയുന്ന കാര്യമാണ്. സമ്മ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത് അല്ലെ, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ? മീൻ കിട്ടി അല്ലെ? ഇനി മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള നമ്മൾ ഒരു ഓർഡറിൽ എഴുതാം. അതിൽ നടുവിൽ ഏതാണോ വരുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ? അപ്പൊ ഒറ്റ സംഖ്യ ആണെങ്കിൽ അല്ലെ, ഒറ്റയാണെങ്കിൽ നമുക്കറിയാം നടുവിൽ ഒരെണ്ണം വരുള്ളൂ, അത് സെലക്ട് ചെയ്യുക. ഇനി രണ്ടെണ്ണം, ഇരട്ടയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരും. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് ബൈ 2 രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും മീഡിയൻ. ഇനി മീഡിയനും മീനും തമ്മിൽ എപ്പോഴാണ് കാര്യമായ വ്യത്യാസം ഉണ്ടാവുക? ഈ തന്നിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെ, വളരെ വലുത് അല്ലെങ്കിൽ വളരെ ചെറുത് വന്നു കഴിഞ്ഞാൽ, മനസ്സിലായല്ലോ? അവർ തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? മീനും മീഡിയവും തമ്മിൽ വ്യത്യാസം കാണും. കണ്ടില്ലേ? വ്യത്യാസം വളരെ വലിയ വ്യത്യാസം വന്നു അല്ലേ? അതല്ലെങ്കിൽ മീനും മീഡിയവും എന്തായിരിക്കും? ഏറെക്കുറെ ഒരേ അടുത്തടുത്തായിരിക്കും കിടക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 279 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ അഹിരത് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ് ആർ 6.10, 6.20, 6.18, 6.20, 6.25, 6.21, 6.15, 6.10 അല്ലെ? അത്രയും മീറ്റേഴ്സ്. അതായത് ഈ ലോങ് ജമ്പ് അല്ലെ, ലോങ് ജമ്പിന്റെ പരിശീലനം, അതിൽ ഈ ഒരു കുട്ടി അല്ലെ, അഹിരത് എന്ന് പറഞ്ഞൊരു കുട്ടി ചാടിയ ദൂരങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് ഈ ചോദ്യം? ഫൈൻഡ് ദി മീൻ ആൻഡ് മീഡിയൻ. ഇതിന്റെ മീനും മീഡിയവും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം മീൻ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യാം? മീൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നോക്കിയാൽ മീൻ ഫസ്റ്റ് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാൻ, അതായത് മാധ്യം നമ്മൾ കണ്ടുപിടിക്കാം. സം അല്ലെ, സം ബൈ എൻ. അപ്പൊ സമ്മ് മൊത്തം ആഡ് ചെയ്യുക ബൈ എൻ, ഇതാണ് മീൻ. അപ്പൊ നമുക്കറിയാം എല്ലാം കൂടി ആഡ് ചെയ്യുക. അതിനെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മീൻ കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീഡിയനും കണ്ടുപിടിക്കണം അല്ലേ? മീഡിയൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇതിനെ ഓർഡറിൽ എഴുതണം അല്ലെ? ഓർഡറിൽ എഴുതിയിട്ട് വേണം അതിന്റെ നടുവിലുള്ള എടുക്കണം അല്ലെ? ഇപ്പൊ നമുക്ക് ചെറുതിൽ നിന്ന് വലുത് അങ്ങനെ എഴുതി പോകണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് എളുപ്പപ്പണി എന്താണ്? ഇവിടെ നമുക്ക് മീൻ കാണാൻ വേണ്ടി നമ്മൾ ഇത് ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? ഓർഡറിൽ എഴുതണമെന്നില്ല, ഇവിടെ നമുക്ക് എഴുതി ആഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നെ ഓർഡറിൽ എഴുതാം. മനസ്സിലായി? അപ്പൊ എന്താണ് നമുക്ക് ഗുണം? അതായത് ഇനി നമ്മൾ മീഡിയൻ കാണുമ്പോൾ പിന്നെ ഓർഡറിൽ എഴുതണ്ട, അതിൽ നിന്ന് നമുക്ക് നടുവിലുള്ള അങ്ങോട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളോട് വെറും മീൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വേഗം കണ്ട് എഴുതിയിട്ട് കൂട്ടിയാൽ മതി അല്ലെ? ഇവിടെ രണ്ടും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ഓർഡറിൽ എഴുതിയിട്ടൊന്ന് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഏറ്റവും ചെറുത് നോക്കിയാൽ ഇവിടെ 6.10 അല്ലെ, 6.18 ഉണ്ട് ഇവിടെ, 6.10 അല്ലെ? അപ്പൊ 6.10 ആണ് ഏറ്റവും ചെറുത്. അപ്പൊ 6.10 എഴുതി, രണ്ടെണ്ണം ഉണ്ട് അവിടെ, 6.10 ആണല്ലോ. അപ്പൊ ഇത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണെന്ന് നോക്കിയാൽ 6.1 വെച്ച് തുടങ്ങുന്നത് അടുത്തത് നോക്കിയാൽ 6.18 ആണ്. ഇനി ഇവിടെ 6.15 ആണ് അല്ലേ? അപ്പൊ ഇതിലേതാണ് ചെറുത്? ഇതാണ് ചെറുത് അല്ലേ? അപ്പൊ 6.15 നമ്മൾ ആദ്യം എഴുതുക. അത് കഴിഞ്ഞാൽ 6.18 അടുത്ത് എഴുതി. ഓക്കെ, രണ്ടും കഴിഞ്ഞു അല്ലേ? ഇപ്പൊ 6.1 വെച്ചുള്ള കഴിഞ്ഞു. ഇനി നമുക്ക് 6.2 പിടിക്കാം. 6.20 ഉണ്ട് ഇവിടെ, 6.20 അല്ലെ? രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. പിന്നൊക്കെ അതിനും വലുതാണ് അല്ലെ? 6.1, 21, 25 ആണ്. അപ്പൊ നമുക്ക് ആദ്യം 6.20 എഴുതാം. 6.20 വീണ്ടും 6.20 അല്ലെ? അപ്പൊ ഇത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത 6.21 6.21
അടുത്തത് 6.25. ഇത് രണ്ടും. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം അല്ലേ. 5 1 6 6 8 അല്ലെ, 14 5 19 അല്ലെ, 19 9 ഇട്ടു, ബാക്കി 1. ഇനി 1 2 2 3 4 2 6 2 8 2 10 2 12 1 13 അല്ലെ, 13ന് 3 എഴുതി, ബാക്കി 1 ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി അല്ലാതെ ഇവിടെ 6 ആണ് അല്ലെ, അതുകൊണ്ട് ഓരോന്നോരോന്ന് കൂട്ടേണ്ട നോക്കി. 1 2 3 4 5 6 7 8 8 6 ഉണ്ട് അല്ലെ, 6 × 8 48, 48 1 49. അപ്പൊ നമുക്കിവിടെ സം അല്ലെ, സം എത്ര നിന്ന് കിട്ടി? 49.39 49.39 ബൈ മൊത്തം 8 ആണ് അല്ലെ, 8. അപ്പൊ ഇതിലുള്ള ആകെ ഒരു പണി നോക്കിയാൽ ഈ ഡിവൈഡ് ചെയ്യൽ മാത്രമേ അല്ലെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കിയാൽ വേറെ നിവൃത്തിയൊന്നുമില്ല. 49.39 ഹരിക്കണം അല്ലെ, ഹരിക്കണം 8. ഓക്കെ, 4 പോവില്ല. 49 എത്ര 8 ഉണ്ട്? 6 അല്ലെ. അപ്പൊ 6 × 8 6 8 48. മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇനി പോയിന്റ് ആണ് അല്ലെ, അപ്പോൾ പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു, ബാക്കി 3ന് ഇറക്കിയിട്ടു. ഇനി 13ൽ എത്ര 8 ഉണ്ട്? ഒരു 8 ഉള്ളൂ അല്ലെ, ഒരു 8. 1 × 8 8. ഇനി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടി. അടുത്ത ആൾ നമ്മൾ ഇറക്കിയിട്ട് കൊടുത്തു 9. അപ്പോൾ 59ൽ എത്ര 8 ഉണ്ട്? 7 × 8 അല്ലെ, 7 × 8 56. അപ്പോൾ 7 7 × 8 56. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 3 വന്നു അല്ലെ. ഇനി 0 ചേർത്ത് കൊടുത്താൽ 30ൽ എത്ര 8 ഉണ്ട്? 3 × 8 24 അല്ലെ. അപ്പൊ 3 അല്ലെ. അപ്പൊ നമുക്ക് 2 ഡിറ്റ് കഴിഞ്ഞ് പിന്നെ 3 വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 3ന് തൽക്കാലം എത്ര എഴുതിയാൽ മതി? 6.17 അത്ര ഇട്ടാൽ മതി. ഈക്വൽ ടു 6.17. ഇതാണ് നമ്മുടെ മീൻ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം അല്ലെ, മീഡിയൻ. അപ്പോൾ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഓർഡറിൽ. ഇനി എന്ത് വേണം? നടുവിലുള്ളത് ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ആകുമ്പോൾ നടുവിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വരും അല്ലേ. അല്ലേ, ഇതിന്റെ നടുവിലൊക്കെ ഇവിടെ 3 എണ്ണം ഇവിടെ 3 എണ്ണം, ബാക്കി ഇവിടെ 2 എണ്ണം വരുന്നുണ്ട് നടുവിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്തത് ഒരെണ്ണം വന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരെണ്ണം തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ 2 എണ്ണം വന്നതിന് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ട് by 2. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6.18 2 എണ്ണം വന്നു. അതായത് ഇവിടെ ഈവൺ നമ്പർ ആണെങ്കിൽ അല്ലെ, ഇരട്ട സംഖ്യ ആണെങ്കിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വരും നടുവിൽ അല്ലേ. അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 6.18 പ്ലസ് 6.20 അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം നോക്കിയാൽ 6.18 6.20 അല്ലെ. അപ്പൊ ഇതിന്റെ നടുവിൽ ഏതായിരിക്കും? 6.18 കഴിഞ്ഞാൽ 6.19 അല്ലെ, പിന്നെ 6.20. അപ്പൊ ഇവിടെ നമുക്ക് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും 6.19. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.19. ഇനി അതിൽ നിന്നൊക്കെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. വൈ ഈസ് ഇറ്റ് ദാൻ ദർ ഈസ് നോട്ട് മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് അല്ലേ. നമുക്കിവിടെ മീൻ കിട്ടി, മീഡിയൻ കിട്ടി. അപ്പൊ ഇവ തമ്മിൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ഇവിടെ 6.17 ഇവിടെ 6.19. അപ്പൊ എന്തുകൊണ്ടാണ് ഇവ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത്? നമുക്ക് കഴിഞ്ഞ ചോദ്യം ചെയ്തു അല്ലേ. നമുക്കറിയാം നമ്മുടെ വരുമാനത്തിന്റെ അല്ലെ. അപ്പൊ അവിടെ നോക്കിയാൽ അവിടെ നമുക്ക് മീനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു കാരണം? നമുക്കറിയാം അതിൽ 11ാമത്തെ വീട്ടുകാരൻ വന്നല്ലേ, അദ്ദേഹത്തിന്റെ സാലറി വളരെ വലിയ സാലറി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവ തമ്മിൽ വളരെ വലിയ വ്യത്യാസം വന്നു. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ നോക്കിയാൽ, ഈ ചാടിയ ദൂരങ്ങൾ നോക്കിയാൽ ഏറെക്കുറെ തൊട്ടടുത്ത നീളങ്ങളാണ്, അളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. വളരെ വലിയ ഒരു സംഖ്യയുമില്ല, വളരെ ചെറിയ ഒരു സംഖ്യയുമില്ല അല്ലെ. ഒക്കെ ഏറെക്കുറെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യകളാണ്. അതുകൊണ്ടാണ് ഈ മീനും മീഡിയയും തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ എല്ലാം 6 പോയിന്റ് ആണ് അല്ലെ. ഇനി 6 പോയിന്റിന് പകരം ഏതോ ഒരെണ്ണം ഒരു 10 പോയിന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മീഡിയനും മീനും തമ്മിൽ ചെറിയ വ്യത്യാസം വരും അല്ലെ. ഇനി അതിനേക്കാൾ വലിയൊരു സംഖ്യ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വ്യത്യാസം കൂടി വരും. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ദി ഡിസ്റ്റൻസ് ഗിവൺ ആർ ക്ലോസ് ടു ഈച്ച് അതർ അല്ലെ. തന്നിട്ടുള്ള ഡിസ്റ്റൻസുകൾ എന്താണ്? തന്നിട്ടുള്ള ദൂരങ്ങൾ വളരെ അടുത്തടുത്ത ദൂരങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡാറ്റകൾ വളരെ അടുത്തടുത്തുള്ളതാണ്. വളരെ വലിയ സംഖ്യയില്ല, വളരെ ചെറിയ സംഖ്യയില്ല. അതുകൊണ്ടാണ് ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലാത്തത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.